ഓസ്ട്രേലിയയിൽ വെയിലും മഴയും കൊണ്ട് പ്രതികൂല കാലാവസ്ഥയിൽ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടായിരുന്നതെല്ലാം നാട്ടിൽ ഒരാൾ പറഞ്ഞ വാക്ക് കേട്ടൊരു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച് ഏറ്റവും അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ആ പണം തിരികെ ചോദിച്ച് തിരികെ നൽകാൻ തയ്യാറാകാതെ ബാങ്ക് അധികൃതർ നൽകിയില്ല. ഒടുവിൽ യാചിക്കേണ്ടി വന്നു, അപേക്ഷിക്കേണ്ടി വന്നു, ബഹളം വെക്കേണ്ടി വന്നു. എന്നിട്ടും കിട്ടിയില്ല. കരഞ്ഞു, കേണപേക്ഷിച്ചു, അദ്ദേഹത്തോട് മോശമായി പെരുമാറി. ബാങ്കിലെ ജീവനക്കാർക്ക് അപ്പോഴും ബന്ധപ്പെട്ട ആളുകൾക്ക് കലണ്ടർ നൽകുന്നതും കേക്ക് നൽകുന്നതും ഒക്കെ ആയിരുന്നു പ്രധാനം. ഒടുവിൽ ഒരു നിവൃത്തിയുമില്ലാതെ അപേക്ഷിച്ചപ്പോൾ അപമാനിക്കപ്പെട്ടു, പിടിച്ച് തള്ളിയെന്നൊക്കെയാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്ന് പറയുന്നത്. ബാങ്കുകാർ കാരണം ഒരു ആത്മഹത്യ കൂടി നടന്നിരിക്കുകയാണ്. ചില നരാധമന്മാർ കാരണം. ബാങ്ക് ജപ്തി ഭീഷണി മൂലമല്ല, കടബാധ്യത മൂലമല്ല ഇതൊന്നും മരണപ്പെട്ടത്. കഷ്ടപ്പെട്ട അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഒരു സഹകരണ ബാങ്കിൽ കൊണ്ടുകിട്ടു. അത് തൻ്റെ അത്യാവശ്യ സമയങ്ങളിൽ ചോദിച്ചപ്പോൾ കൈ മലർത്തി അദ്ദേഹത്തെ പിടിച്ച് തള്ളുകയും പൈസ കൊടുക്കാതിരിക്കുകയും ചെയ്തു. അയാൾ ഒച്ചയെടുത്തു, കേണപേക്ഷിച്ചു, കരഞ്ഞു പറഞ്ഞു. എന്നിട്ട് ഈ നരാധമന്മാരൊന്നും പൈസ കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം അയാൾ കണ്ടെത്തിയ വഴിയാണ് ആത്മഹത്യ. ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ഇവന്മാരുടെയൊക്കെ ഒരു അഹങ്കാരം കൊണ്ട് ഇവന്മാർക്ക് എത്ര പൈസയുടെ ആർത്തിയാണ് മാറുകൾ. എന്തുമാത്രം ആ മനുഷ്യൻ വേദനിച്ചുകൊണ്ടായിരിക്കും. അത് സ്വപ്നങ്ങളുണ്ടായിരിക്കും, അത്യാവശ്യം കൊണ്ടായിരിക്കും. ഇതുപോലുള്ള നരാധവന്മാർ കാരണം എത്ര ജീവനുകളായിരിക്കും പോയിട്ടുള്ളത്. ഇവരൊക്കെ മറ്റേ അന്യൻ സിനിമയ്ക്കകത്ത് കാണിക്കും, അവരുടെ കാശ് മണിച്ചേട്ടനെ കൊല്ലണില്ലേ, അതുപോലെ ഇവന്മാരെ കൊണ്ട് കാശ് തീറ്റിച്ച് കൊല്ലണം മാറിയ.